ഹലോ, ഇന്നത്തെ ഒരു ഹാപ്പി മൊമെൻറ്റ് ഷെയറിങ് വീഡിയോ ആണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സെർച്ചിങ്ങിനും ഡിസ്കഷനും അന്വേഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഞങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്തു. റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോറാണ് ബുക്ക് ചെയ്തത്. ആദ്യം ഞങ്ങൾ ഗൊറിലയായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. പക്ഷേ ഗൊറിലയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്തോ എനിക്ക് ആ വണ്ടി അത്ര പിടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മാറ്റി പിന്നെ മെറ്റിയോറാക്കിയത്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഡേ ആണിന്ന്. പിന്നെ പൂനെയിലാണ് കേട്ടോ. പൂനെയിൽ ദോന എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് ബുക്ക് ചെയ്തത്. അവരുടെ സർവീസ് ആദ്യം തന്നെ കുറ്റം പറയണത് ശരിയല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ സർവീസ് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് ഡിലേ ആക്കി. ദിവാലി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഡിലേ ആയി. ഈവൻ രജിസ്ട്രേഷനിലൊരു ഫൈൻ അടക്കം വന്നിട്ടുണ്ട്. RTO ഉണ്ടാകും. അത് അവരുടെ ഇതിന്നാണ് പോകുന്നത്. എന്നാലും അങ്ങനെ അത്രത്തോളം അവരത് ഡിലേ ആക്കിയിരുന്നു. ആൻഡ് പിന്നെ ഇവിടെ ഡെലിവറിക്ക് പോയിട്ട് തന്നെ നല്ല ഡിലേ ആയിരുന്നു. ഞാനും അവിടെ തിരിഞ്ഞ് നടന്ന് അപ്പേനെ കൊണ്ട് എവിടെയാണ് ആ കാശ് കളയിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ സാഹിൽ ഇതാണ്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റുമായിട്ട് വന്നു. അത് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ സൈസാണ് വേണ്ടതുള്ളത്. ബിക്കോസ് ആ ഹെൽമെറ്റ് എനിക്കാണ്. ശിശ്രാവിന് വേണ്ടിയിട്ട് നമ്മുടെ ആ വിജയിൻ്റെ മൂവിയിൽ കണ്ടില്ല, ഇങ്ങനെ 2 ലൈറ്റൊക്കെ കത്തുന്ന ഒരു ഹെൽമെറ്റ്, എന്തോ ഫോക്സ് ഇതിൻ്റെ അതിൻ്റെ ഹെൽമെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ഹെൽമെറ്റൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് വണ്ടി റെഡിയായി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടി ലോഞ്ച് ചെയ്തു. സത്യം പറയാനുള്ള സാധനമായിരുന്നു ഏറ്റവും എക്സൈറ്റഡ്. എന്താണെന്നറിയില്ല, അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ഫുള്ള് അവരെന്തൊക്കെ പറയുന്നത്, കുറച്ച് അവർ ഈ എൻഫീൽഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ബൈക്കൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ ഇതിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ എനിക്കധികം താല്പര്യമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഞാനധികം കേട്ടില്ല. പക്ഷേ സാധനം നിന്ന് അവർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്പർ പ്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് സ്പീഡോമീറ്റർ ഒന്നും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്ന ഈ വിൻഷീൽഡ്, ഗ്രില്ല്, സീറ്റ് കവർ, ബാക്കിലുള്ള സീറ്റ് സപ്പോർട്ട്, ഇതൊക്കെ എക്സ്ട്രാ ആക്സസറിയാണ്. ഞങ്ങൾ വെപ്പിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പുതിയ എൻഫീൽഡിൽ കയറിയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അല്ലെ, അതങ്ങനെയാണല്ലോ, നമ്മൾ പുതിയൊരു സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് യമഹേൻ്റെ FZ ആണ്. ഞങ്ങൾ ആദ്യം അത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ മലയാളികളാണെന്ന് തോന്നുന്നു കൂടുതലും ഈ വണ്ടികളോടൊക്കെ നമ്മൾ കുറച്ച് ഇമോഷണലി അറ്റാച്ച് ആവുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് വിൽക്കാൻ തോന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ വണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ഗിഫ്റ്റ് ബോക്സ് കിട്ടിയായിരുന്നു കൂടെ. അത് നല്ലതായിരുന്നു കേട്ടോ. കീ ചെയിൻ ആയാലും ആ ടാഗ് ചെയ്യുന്ന പിന്നാണെങ്കിലും കപ്പാണെങ്കിലും ഒക്കെ നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മളെ പുതിയ വണ്ടിയിലേക്ക് കയറി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാം, അവിടെ ഇറങ്ങുമ്പോൾ ബുക്ക് ഔട്ട് സൈൻ ചെയ്യുമ്പോൾ ആ അങ്കിള് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ക്ഷയിക്കാനൊക്കെ വന്നപ്പോൾ എന്തോ ഒരു ഗുഡ് ഫീൽ. നമ്മുടെ അച്ഛനും അമ്മയൊന്നും അടുത്തില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആ ഒരു ഏജിലുള്ള ഒരാൾ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളെ യാത്രകൾ മനോഹരമാകാൻ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു. ബൈറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bites. Bye bye.